ടോപ്പ് സ്പീഡ് ഒന്ന് കാണിച്ചു തരാം. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 104 ആണ്, പക്ഷേ ഇത് അതിനെക്കാട്ടും കൂടുതൽ പോകും. സോ ഇതാണ് ലൈറ്റ് ത്രൂ, ഇത് വിസിബിലിറ്റി. അതുവരെ ഓൾമോസ്റ്റ് 200-300 മീറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് ത്രൂ ലാസ്റ്റ് വരുന്നത്. ഇപ്പം ദിസ് ഈസ് എ പ്രോബ്ലമാറ്റിക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതെന്തുകൊണ്ടാണ് ടി വി എസ് ഇവിടെ ഈ മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുത്തത് എനിക്കറിയില്ല. കാരണം ഇത് നിങ്ങളൊരു ഹാഫ് ആൻ അവർ 1 അവർ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ നല്ലോണം ഹീറ്റാവും. സോ ദർ ആർ ചാൻസസ് ദാറ്റ് യുവർ ബാറ്ററി വിൽ ബ്ലാസ്റ്റ്. ഗൈസ്, ഞാൻ ടി വി എസ് എൻടോർക്ക് 150 കുറച്ചൊരു മോശം റോഡിലേക്ക് കൊണ്ടുപോകാനാണ് പോകുന്നത്. ഇങ്ങനത്തെ റോഡിൽ ഇതിൻ്റെ റൈഡ് കംഫർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫ് റോഡ് കമ്പാറ്റബിലിറ്റി എങ്ങനെയാണ് ടു സം എക്സ്റ്റെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഈ റോഡിലേക്ക് ഞാൻ വന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഹൗ ഈസ് ദ സസ്പെൻഷൻ, ഹൗ ഈസ് ദ സ്റ്റെബിലിറ്റി, ഹൗ ഈസ് ദ ടയർ ഗ്രിപ്പ് ആൻഡ് ഹൗ ഈസ് ദ ബ്രേക്കിംഗ്. സസ്പെൻഷൻ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഈസ് നൈസ്, ബട്ട് റിയർ കുറച്ചൊന്ന് സ്റ്റിഫായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തത്. ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ അത് മോർ ഓഫ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡിലെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. ഇതിനൊരു ഓഫ് റോഡ് ടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളല്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ റോഡിലും നമുക്ക് എല്ലാ റൈഡ്സിലും അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടിലും ചില സന്ദർഭങ്ങളിൽ പോകേണ്ടി വരുന്നതായിട്ട് വരും. പക്ഷെ ഇങ്ങനത്തെ റോഡിൽ ആ സ്റ്റിഫായത് കാരണം റിയറെല്ലാം നല്ലവണ്ണം അറിയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്മൂത്ത് റൈഡ്. ചെറിയ ചെറിയ കുണ്ടും കുഴിയല്ലോ ഓക്കെ, പക്ഷേ ഇത് മോർ ഓഫ് കണ്ടിന്യൂസ് ഇതാണെങ്കിൽ യു വിൽ ഫീൽ ദ റൈഡ് ഈസ് നോട്ട് ദറ്റ് കംഫർട്ടബിൾ. പിന്നെ ടയർ ഗ്രിപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനത്തെ ലൂസ് മെഡിൽ നമുക്കിതിൻ്റെ ടയർ ഗ്രിപ്പ് ഒന്ന് നോക്കാം. ബ്രേക്കിംഗ് ഈസ് നൈസ്. ബാക്കിന് സ്കിഡായി ചെറിയ ബിക്കോസ് ഓഫ് മഡ്, ബട്ട് ഇറ്റ് ഈസ് ABS ഈസ് വർക്കിംഗ് പ്രോപ്പർലി. റിയറിൽ ഡ്രമ്മാണ്, സ്റ്റിൽ ഇറ്റ് ഈസ് ഫൈൻ. ട്രാക്ഷൻ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയി. ഇതിൽ നമുക്ക് ഈ എൻജിൻ ഓൺ ഓഫ് ടൈമിങ്സ് 10 seconds ആണ് മാക്സിമം വെക്കാൻ പറ്റുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ മീറ്റർ കൺസോൾ ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആവറേജ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്യൂവൽ എക്കോണമി ഒന്നും കാണിക്കില്ല. ആൻഡ് ടു ചേഞ്ച് ദ സെറ്റിങ്സ് ഓൾസോ ഇറ്റ് ഈസ് എ tedious thing. So this is a problem. This is a problematic instrument cluster. TFT ആണ് കുറച്ചും കൂടി ബെറ്റർ, ബിക്കോസ് even the visibility is very poor. I don't even know what is written there or what is being displayed there. ഇത് ഓൾമോസ്റ്റ് കുറച്ചൊരു നല്ല വെയിലുള്ള സമയമാണ്. സോ ദ വിസിബിലിറ്റി ഈസ് വെരി പുവർ. ഇത് ഈ റൈറ്റ് സൈഡ് വിസിബിൾ ആണ്, പക്ഷേ ലെഫ്റ്റ് സൈഡ് വാട്ട് എവർ ഇറ്റ് ഈസ് ബീൻ ഡിസ്പ്ലേഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ഇൻ ദിസ് നോൺ TFT ഡിസ്പ്ലേ. സോ ടയർ ഗ്രിപ്പ് ഈസ് ഓക്കെ. ഇത് TVSൻ്റെ തന്നെ ടയറാണ്, ബട്ട് ദേ ആർ വർക്കിംഗ് വെൽ ആസ് എക്സ്പെക്റ്റഡ്. സോ നിങ്ങളിങ്ങനെ ഡെയിലി കമ്മ്യൂട്ടിൽ ഇങ്ങനത്തെ റോഡിൽ കുറേ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ കീപ്പ് ഇൻ മൈൻഡ് ദ സസ്പെൻഷൻ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇതിൻ്റെ സസ്പെൻഷൻ ജുപ്പിറ്ററായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജുപ്പിറ്ററിൻ്റേതാണ് ബെറ്റർ സസ്പെൻഷൻ ഇങ്ങനത്തെ റോഡിലെല്ലാം. പക്ഷേ ഇത് സ്റ്റേബിളാണ്. സോ ഈവൻ I can go in this kind of roads also with good confidence. ഇങ്ങനത്തെ ഇപ്പോൾ നല്ലൊരു സ്കിഡായി പൂഴി മണ്ണുള്ള റോഡാണ്. നൈസ്. വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് മെനൂവറെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ റോഡിലെല്ലാം നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ റോഡിലും ഇതിൻ്റെ വൈബ്രേഷനൊന്നും ഫീൽ ആവണല്ലോ. ഓക്കെ, സോ ക്വാളിറ്റി ഓഫ് പാർട്സ് ആർ ഗുഡ്. വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒരു പാനലിന് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ഈ മിറേഴ്സിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ ഇങ്ങനത്തെ റോഡിൽ നല്ല വൈബ്രേഷൻ ഫീൽ ആവും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഐ എം നോട്ട് ഫേസിങ്. ഇങ്ങനത്തെ റോഡിൽ സൂമിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി സ്മൂത്താണ്. വെൽക്കം ബാക്ക് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നതാണ് TVS എൻടോർക്ക് 150. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കുന്നതിന് മുന്നേ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ദ സൈഡ് വ്യൂ ഇറ്റ് ലുക്സ് വെരി എലഗൻറ്റ് ആൻഡ് വെരി സ്പോർട്ടി. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഓൾമോസ്റ്റ് ലുക്സ് സിമിലർ ടു എൻടോർക്ക് 125. വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ദ ഡിഫറൻസ് കം
all in the front. Side view almost similar ആണ്. ഫ്രണ്ട് ആണ് ഇതിനെ എൻടോർക്ക് 125 കംപ്ലീറ്റ് ആയിട്ട് അതൊരു റീഡിഫൈൻഡ് ലുക്ക് കൊടുക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഫ്രണ്ട്. എൻടോർക്ക് 150 നൽകിയിട്ടുള്ളത് ഒരു ചെറിയൊരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്. 4 പ്രൊജക്ടേഴ്സോട് കൂടിയ ഒരു ഹെഡ് ലാമ്പ് സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു വിംഗ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇത് അറ്റ് ഹയർ സ്പീഡ്സ് ഇത് വിൻഡ് ഫ്ലോനെ കൺട്രോൾ ചെയ്തിട്ട് വെഹിക്കിളിനൊരു ഡൗൺവേർഡ് ഷിഫ്റ്റ് കൊടുക്കും. അതായത് മോർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. ഇത് അഡീഷണൽ എക്സസറീസ് അല്ല, ഇറ്റ് കംസ് വിത്ത് ദ വെഹിക്കിൾ. സോ ദിസ് ഈസ് എ വെരി പ്ലസ് പോയിന്റ് ഐ മസ്റ്റ് സേ. ഇത് 2 സൈഡിലത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മോട്ടോ ABS എന്നുള്ള ഒരു സ്റ്റിക്കറിങ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ റിയർ സെക്ഷൻ പറയുന്നതാണെങ്കിൽ ഇത് 12 ഇഞ്ച് റിമോട്ട് കൂടിയ 180 ടയർ പ്രൊഫൈലാണ്. പിന്നെ ഇവിടെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് സിംഗിൾ ചാനൽ ABS. ടയർ പ്രൊഫൈൽ ദ ഗ്രിപ്പ് ഈസ് ഗുഡ്, ഇത് ഓക്കെ ആണ്. പക്ഷേ വാട്ട് ഐ ഫീൽ ഈസ് ഇതൊരു 150cc എഞ്ചിനോട് കൂടിയുള്ള സ്കൂട്ടർ ആയതുകൊണ്ട് ഇതിന് അറ്റ്ലീസ്റ്റ് അവർക്കൊരു 14 ഇഞ്ച് റിം കൊടുക്കാമായിരുന്നു. ദാറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. എനിക്ക് സ്പേസ് കുറച്ച് കുറവായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം ഇത് നിങ്ങളൊരു 5'9" എബോവ് ഉള്ള ആളാണെങ്കിൽ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. നിങ്ങളിവിടെ നീ ടച്ച് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു പില്ലിയനായിട്ട് റൈഡ് ചെയ്യുന്നതാണെങ്കിൽ മോർ ലൈക്ലി യുവർ നീ വിൽ ടച്ച് ഹിയർ. സോ ദാറ്റ് ഐ കൺസിഡർ ആസ് എ നെഗറ്റീവ് പാർട്ട്. അവർ കുറച്ചും കൂടെ ഇവിടെ ഒരു സ്പേസ് കൊടുക്കാമായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ അത്രപാട് സാധനങ്ങളൊന്നും ക്യാരി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിൽ അതെല്ലാവരും കമൻസിൽ ചോദിക്കല്, എനിക്ക് ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല, ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പറ്റില്ല ഇവിടെ. ദ സ്പേസ് ഈസ് ടു ലെസ്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഗ്ലൗസ് അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ, അത്രേ പറ്റില്ല അതിൽ. ഈ സൈഡിൽ ഞാൻ പറഞ്ഞു ഇത് സ്പേസ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇത് ജുപ്പിറ്ററായിട്ട് കമ്പയർ ചെയ്താൽ സ്പേസ് ലെസ് ആണ്. പ്രീവിയസ് എൻടോർക്കായിട്ട് കമ്പയർ ചെയ്താൽ സിമിലർ ആണ്. ഹാൻഡിൽ ബാർ ഇറ്റ് ഈസ് വെരി നൈസ്. ഇറ്റ്സ് എ ക്ലീൻ ഹാൻഡിൽ ബാർ. ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. TVS ആ ഒരു രീതിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് RTRലും വരുന്ന അതേ ക്വാളിറ്റി ഓഫ് സ്വിച്ചസ് ആണ്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ്. ബോത്ത് ദ ബ്രേക്സ് യു ക്യാൻ അഡ്ജസ്റ്റ് ദ ബ്രേക്ക് ലിവർ. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നത്. പിന്നെ ഇവിടെ ഹാൻഡിൽ ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റർ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിസ്പ്ലേ. നിങ്ങളൊരു 10,000 rupees അഡീഷണലി കൊടുത്തിട്ട് TFT ഡിസ്പ്ലേ എടുക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ. കാരണം ഇത് ഡേ ലൈറ്റിൽ തീരെ വിസിബിൾ അല്ല. നിങ്ങൾക്ക് TVS എൻടോർക്ക് 150 പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദിസ് വേരിയൻറ്റ്. ഗോ ഫോർ ദ ടോപ്പ് വേരിയൻറ്റ് വിത്ത് TFT ഡിസ്പ്ലേ. ഹസാർഡ് ലൈറ്റിൻ്റെ ഇത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈ ബീം, ലോ ബീം, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്വിച്ച്, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്കറല്ല, ഇത് എംബ്ലമാണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് TVS ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വരുന്നതാണ് ഈ എൻടോർക്ക് 150. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് മോട്ടർ ഇൻകോപ്പറേറ്റഡ് ആണ് ഇതിൽ. അതായത് നിങ്ങൾക്കൊരു സഡൻ സ്പീഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സഡൻ ആക്സിലറേഷൻ വേണ്ടെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ്. അതായത് ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു പവർ വേണം, ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഓവർടേക്ക് ചെയ്യുമ്പോൾ എല്ലാം അത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവും ആ ത്രോട്ടിൽ റെസ്പോൺസ് അല്ലെങ്കിൽ അതിൻ്റെ പവർ കൂടുന്നതായിട്ട്. TVS ക്ലെയിം ചെയ്യുന്ന അപ് ടു 0.7 bhp പവർ അതിൽ നിന്ന് ഈ ഫംഗ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ തിങ്. സോ തംസ് അപ്പ് ഫോർ ദാറ്റ്. പിന്നെ റിയർ ഇറ്റ് ഈസ് സെയിം ആസ് TVS എൻടോർക്ക് 125. റിയറിലെ ടയർ പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളതും സെയിം 12 ഇഞ്ച് അലോയ് വീൽസ് ആണ്. 110/80 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വൈഡറാണ് കമ്പയർഡ് ടു ദ ഫ്രണ്ട് ടയർ. ഇവിടെ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് വർക്ക്സ് വെൽ. പക്ഷെ എനിക്കൊരു ഫീൽ ആയത് ഇവിടെ ഡിസ്ക് ബ്രേക്ക് കൊടുക്കാമായിരുന്നു എന്നാണ്. പിന്നെ ബോത്ത് ടയേഴ്സ് ആർ ഫ്രം TVS. ഗുഡ്, വെരി ഗുഡ് ടയേഴ്സ്, റിലയബിൾ വിത്ത് വെരി ഗുഡ് ഗ്രിപ്പ്. E20 ഫ്യൂവൽ കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ ചേരാം. ഇത്
ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു എൻടോർക്ക് 125. ഇനി ഇതിൽ ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്, പെർഫെക്റ്റ്. ദെൻ റിയർ സിംഗിൾ സസ്പെൻഷൻ. അത് ഭയങ്കര സ്റ്റിഫായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ദിസ് ഇസ് ദ ബൂട്ട് സ്പേസ്. ഇവിടെയും ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ നൽകിയിട്ടുള്ളത് 22 liters ബൂട്ട് സ്പേസ് ആണ്. അത് ആക്ച്വലി വളരെ കുറവാണ്. കാരണം നിങ്ങൾക്കൊരു സ്മോൾ സൈസ് ഹെൽമെറ്റ് ഇതിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഈവൻ നിങ്ങളൊരു സ്മോൾ സൈസ് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും സ്പേസ് ടു കീപ്പ് അതർ തിങ്സ്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ നെഗറ്റീവ് പോയിന്റ് ആസ് പെർ മീ. കാരണം നിങ്ങൾ ഒരു എൽ സൈസ് ഹെൽമെറ്റ് വെക്കുന്ന അല്ലെങ്കിൽ എക്സൽ സൈസ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ യു കനോട്ട് കീപ്പ് ഇറ്റ് ഹിയർ. നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് സീറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അനദർ വെരി നോട്ട് പ്രാക്ടിക്കൽ തിങ്, ഇവിടെയാണ് ഇതിൻ്റെ മൊബൈൽ ചാർജിങ് പോർട്ട്. ഇതെന്തുകൊണ്ടാണ് ടി വി എസ് ഇവിടെ ഈ മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുത്തത് എനിക്കറിയില്ല. കാരണം ഇത് നിങ്ങളൊരു ഹാഫ് ആൻ അവർ 1 hour റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ നല്ലോണം ഹീറ്റാവും. സോ ദർ ആർ ചാൻസസ് ദാറ്റ് യുവർ ബാറ്ററി വിൽ ബ്ലാസ്റ്റ്. So I don't recommend anyone to charge their phones while riding. ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ക്യാപ്പ്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇറ്റ് വിൽ പോപ്പ് അപ്പ്. ഫ്യൂവൽ റീഫിൽ ചെയ്യുന്ന സമയത്ത് യു നീഡ് ഹാവ് ടു ഓപ്പൺ എനിത്തിങ് ഓർ അത് ഇങ്ങനെ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് നിന്നോളും. ജസ്റ്റ് ഹാവ് ടു ക്ലോസ് ഇറ്റ്. അത്ര തന്നെ. സോ ഞാനിതിന് സ്ട്രീറ്റ് മോഡിലാണ് ഇപ്പോൾ റൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 200 kilometers റൈഡ് ചെയ്തതിന് ശേഷമാണ്. ഈ 200 kilometers സിറ്റി റൈഡിങ് ഉണ്ടായിരുന്നു, ഹൈവേ റൈഡിങ് ഉണ്ടായിരുന്നു, അതേപോലെ നൈറ്റ് റൈഡ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നതാണ്. സോ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ലേറ്റർ തരാം. സിറ്റി റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയാം. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, 115 kilograms ആണ്. ഏതൊരു 150cc സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ വെയിറ്റ് വളരെ മിനിമലാണ്. ഈവൻ എൻടോർക്ക് 125 എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 110 kilograms ആണ്. സോ ഇതിന് 150cc അപ്ഡേറ്റഡ് എൻജിൻ ആക്കി കഴിഞ്ഞിട്ടും ടി വി എസ് ഹാസ് മാനേജ് ടു കീപ് ദ വെയിറ്റ് അണ്ടർ ലിമിറ്റ്. അതായത് 115 kilograms ആണ്. ഇവൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ഐ തിങ്ക് ഓൾമോസ്റ്റ് 6 liters ആണ്. ഇവൻ അത് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാലും 120 kilograms ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരിക. സോ ദാറ്റ് ഈസ് എ വെരി മാനേജബിൾ വെയിറ്റ് ഫോർ മെൻ ആൻഡ് ഈവൻ ഫോർ വിമൻ. ഇത് ആർക്കും മാനേജ് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻ അറ്റ് ഓൾ. പിന്നെ സിറ്റി റൈഡിങ്ങിൽ കൂടെയുള്ള ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സ്മൂത്ത്. ഇതിൻ്റെ വെയിറ്റ് കുറവായത് കൊണ്ട് ഇത് മെനുവറിലും ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. ക്വിക്ക് ഓവർടേക്കിങ്ങിനെല്ലാം ഇറ്റ് ഈസ് സൂപ്പർ ഗുഡ്. ഓക്കെ, ഞാനൊന്ന് ഇതിന് എക്സ്പ്രസ് ഹൈവേയിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഹൈവേ റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയാം. അതേപോലെ കോർണറിങ് എല്ലാം ഇറ്റ് ഈസ് സ്മൂത്ത്. നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ഇത് ഭയങ്കര സ്റ്റേബിളാണ്. ഇതുവരെ കോർണറിങ്ങിനൊന്നും എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടയർ ഗ്രിപ്സ് എല്ലാം ഇറ്റ് ഈസ് പ്രിറ്റി ഗുഡ്. ഞാൻ തന്നെ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയെല്ലാം മെനൂവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സുഖമാണ്. പിന്നെ കറക്റ്റ് നല്ല പവറും ഉണ്ട്. നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം എൻടോർക്കിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ് സൗണ്ട്. കുറച്ചൊന്ന് ഒരു എൻടോർക്കിൻ്റെ കുറച്ചൊരു ഡീപ്പായിട്ടുള്ള സൗണ്ട് ആണെങ്കിൽ ഇതിൻ്റെ കുറച്ചൊന്ന് ലൈറ്റർ വേർഷനാണ്. അതൊന്നും അവരൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് സൗണ്ട്. ഇതിൻ്റെ സ്ട്രീറ്റ് മോഡിൽ ഇതിൻ്റെ ആക്സിലറേഷൻ, ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. 0 to 60 എത്ര സെക്കൻഡ്സിൽ കവർ ചെയ്യണം? എക്സാക്ട് 4 seconds. ഇനി ഇതിൻ്റെ റേസ് മോഡിൽ 0 to 60 റീച്ച് ആവാൻ വേണ്ടി എത്ര സെക്കൻഡ്സ് എടുക്കുന്നുണ്ടോ നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ മോഡ് ബട്ടൺ. സോ ലോങ് പ്രസ് ഇൻ റേസ് മോഡ്. 1 2 3 secondsലാണ് 60 kilometers സ്പീഡ് ടച്ച് ആയിട്ടുള്ളത്.
ഇറ്റ്സ് നൈസ്. എത്രയും ഒരു 150cc സ്കൂട്ടറിൽ ഈ ഒരു ടോർക്ക് ആൻഡ് പവർ കോൺഫിഗറേഷൻ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാറ്റഗറി സെഗ്മെൻറ്റിൽ വേറെ സ്കൂട്ടറിലുണ്ടെന്ന്. ഞാനിപ്പം റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നത് റൈഡ് മോഡ് തന്നെയാണ്, കാരണം ഐ എം ഇൻ എ ഹൈവേ. ഐ വാണ്ടഡ് മോർ പവർ ആൻഡ് ടോർക്ക്. സോ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് കാണിച്ചു തരാം. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 104 ആണ്, പക്ഷേ ഇത് അതിനെക്കാട്ടിയും കൂടുതൽ പോകും. ഞാനൊരു ബൈക്ക് റൈഡ് ചെയ്യുന്നത് ആ ഒരു ഫീലാണ് ആക്ച്വലി ഇത് റൈഡ് ചെയ്യുന്നത്. കാരണം അത്രയും ടോർക്കും പവറും ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ 150cc എഞ്ചിൻ. 90 and all, it is a very smooth or sweet speed for this scooter. ഇതിൻ്റെ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ 90 kilometers, 95 kilometers, ഇറ്റ്സ് വെരി സ്മൂത്ത്. ആഫ്റ്റർ 97 പല ഫാക്ടേഴ്സും കൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചൊന്ന് കുറയുന്നുണ്ട്. വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവും, അതൊരു ഫാക്ടറാണ്. ഇപ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോകുന്നത് ഇതിൻ്റെ ആക്സലറേഷൻ ഇതിൻ്റെ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കയറി പോകും. 5, 6, 7, 8, 9, 108, 109, പക്ഷേ let's say 110 ആണ് ഇതിൻ്റെ മാക്സ് സ്പീഡ്. പക്ഷേ ഈ സ്പീഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, കാരണം വിൻഡ് ബ്ലാസ്റ്റ് ഒരു ഫാക്ടറാണ്. അതേപോലെ കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് എല്ലാം ഡെവലപ്പ് ആയിട്ട് വരും. പക്ഷേ ഇറ്റ് ക്യാൻ റീച്ച് അപ് ടു 100 kilometers സ്പീഡ്. പെട്ടെന്നൊരു ഓവർടേക്ക് ചെയ്യണം, ഇഫ് യു ആർ ഓൺ എ ഹൈവേ ആൻഡ് യു ടു ഗെയിൻ മോർ ദാൻ 100 kilometers സ്പീഡ് എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ ഗോ. ഈ വെഹിക്കിൾ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യില്ല. സോ ദാറ്റ് പാർട്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 110 kilometers per hour സ്പീഡ്. ഇതിൻ്റെ പക്ഷേ സ്വീറ്റ് സ്പീഡ് എന്ന് പറയുന്നത് റേസ് മോഡിൽ 90 kilometers സ്പീഡാണ്. സ്ട്രീറ്റ് മോഡിൽ എനിക്ക് ഫീൽ ആവുന്നത് ഒരു 70 ആ റേഞ്ചിലാണ് ഇതിൻ്റെ സ്വീറ്റ് സ്പീഡ്. സോ നമുക്കത് എൻടോർക്ക് 125cc ആയിട്ട് ഞാനൊരു ചെറിയ കമ്പാരിസൺ പറയാം. എൻടോർക്ക് ഇറ്റ് ഈസ് എ പ്രൂവൺ സ്കൂട്ടർ. അതൊരു നല്ല പവർഫുള്ളായ സ്കൂട്ടറാണ്. നിങ്ങളിപ്പം എൻടോർക്ക് റൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറേ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് ലഭിക്കും. ആ ഒരു പവറും നിങ്ങൾക്ക് വേറെ 125 സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൻടോർക്ക് ഹാസ് ബെറ്റർ പവർ ഫിഗേഴ്സ്. ഓക്കെ, സോ നിങ്ങൾ എൻടോർക്കിന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ ഇതിൽ എൻടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് എൻടോർക്ക് 125ന് അതേ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഈ സ്കൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടോർക്ക് ഫിഗേഴ്സിലും പവർ ഫിഗേഴ്സിലും മാറ്റമുണ്ട്. ഓൾമോസ്റ്റ് 4 Nm ടോർക്ക് ഇതിൽ കൂടുതലാണ് കമ്പയർഡ് ടു എൻടോർക്ക് 125. അതുപോലെ പവർ ഫിഗേഴ്സും ഓൾമോസ്റ്റ് 5 bhp പവറും ഇതിൽ കൂടുതലാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എൻടോർക്കിൽ ജനറേറ്റ് ചെയ്യുന്നത് 9.5 PS പവറും ഓൾമോസ്റ്റ് 10.2 Nm ടോർക്കുമാണെന്നാണ്. അതിൽ നിന്ന് ഇതിൽ ഓൾമോസ്റ്റ് 14 Nm ടോർക്കും 13.2 PS പവറും ഇതിൽ കൂടുതൽ കിട്ടും. So that makes lot of difference and you can feel the difference while riding. See, ഇത് ഞാൻ എത്ര സ്മൂത്ത് ആയിട്ട് അറിയാം. കോൺസ്റ്റന്റ് 85 പോകുന്നത് ഇത് സൂപ്പർ സ്മൂത്ത്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് റിഫൈൻഡ് ആണ്. ഇതുവരെ ആയിട്ടും 80 kilometers I didn't find any vibration. ഒരു സ്ഥലത്തും വൈബ്രേഷൻ ഇല്ല. Not even on the foot, not even on mirror, not even on the handlebars. പക്ഷേ സ്റ്റെബിലിറ്റി ആഫ്റ്റർ 80-90 അതൊന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഡിസൈൻ ടു ഗോ ബിയോണ്ട് 80 or 90 ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ. സോ ഞാൻ ഒരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. ബട്ട് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ടൂറിംഗ് പർപ്പസ്, ഇതൊരു നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 90 kilometers ട്രാവൽ ചെയ്യണം, അങ്ങനെയല്ല ആണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ റൈറ്റ് ചോയ്സ്. അതിന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ബൈക്ക് ചൂസ് ചെയ്യുന്നതിനായിരിക്കും ബെറ്റർ. നിങ്ങളൊരു പുതിയ സ്കൂട്ടർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കൺസിഡറിങ് ദ മൈലേജ് ഫാക്ടർ ഓൾസോ, ദ ഫ്യൂവൽ എക്കോണമി ഓൾസോ, നിങ്ങളൊരു 125 സ്കൂട്ടറിന് കിട്ടുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫ്യൂവൽ എക്കോണമി നിങ്ങൾക്ക് ഈ സ്കൂട്ടറിൽ നിന്നും കിട്ടും. അറൗണ്ട് 35
to 40 in the city, അതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആവറേജ്. അതേപോലെ ഹൈവേ ഇതേപോലെ ഒരു 80 കിലോമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ അത് ഒരു 35 ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ മൈലേജ് ഇതിൽ നല്ലോണം മാനേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ബോഡി ആൻഡ് ഫ്രെയിമാണ്. കാരണം അതായിട്ട് ഞാൻ ഇപ്പം നിങ്ങളൊരു 125 സ്കൂട്ടർ മേടിക്കുന്നതാണെങ്കിൽ ദിസ് ഈസ് to go for Ntorq 125 അല്ലെങ്കിൽ to go for Ntorq 150, it's a good choice. Even പ്രൈസും നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു പുതിയ സ്കൂട്ടർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, നിങ്ങൾക്കൊരു കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിലും ഇതൊരു നല്ല ഓപ്ഷനാണ്. rather going for this Zoom or യമഹേൻ്റെ എയറോക്സ് 155. കാരണം അത് രണ്ടും ഇതിനെക്കാളും വെയിറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അതേപോലെ എനിക്ക് ഫീൽ ആയിടത്തോളം സൂമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ഒരു പൊടിക്ക് ബെറ്ററാണ്. എയറോക്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പവർ സ്കൂട്ടറാണ്. അത് ലോഞ്ച് ചെയ്ത് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് അതേ സാധനമാണ് ഇന്ത്യയിലും ലോഞ്ച് ചെയ്തത്. ആൻഡ് ദെയർ സെയിൽസ് ഈസ് വെരി പുവർ ഇൻ ഇന്ത്യ. അതിപ്പം യമഹേനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവരൊരു വണ്ടിയില്ല, അത് ആ മൂലക്ക് ഇരിക്കട്ടെങ്കിലും ഒരു മെൻറ്റാലിറ്റിയാണ്. അത് സെല്ലായിട്ടിലും കുഴപ്പമില്ല. അവരത് അഗ്രസീവായിട്ട് മാർക്കറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഫ്യൂൽ എക്കോണമി ഇത്ര കിട്ടില്ല. അതിൽ മെയിൻ്റനൻസ് ഓൾസോ ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയർ ദാൻ ദിസ്. പാർട്സ് അവൈലബിലിറ്റി അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എയറോക്സ് എടുത്തു കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഒരു 150cc അല്ലെങ്കിൽ ഒരു പവർ സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾവേസ് എ ബെറ്റർ ചോയ്സ്. ബട്ട് നിങ്ങൾ കൂടുതൽ ലെഗ് സ്പേസ്, കൂടുതൽ സ്റ്റോറേജ് സ്പേസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൂം അല്ലെങ്കിൽ എയറോക്സ് ആയിരിക്കും ബെറ്റർ ചോയ്സ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു ബൈക്ക് പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു 150cc സ്കൂട്ടർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ റൈഡിങ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോർ ഓഫ് ഹൈവേ റൈഡിങ് ആണ്, ലെസ് ഇൻ സിറ്റി ആണെങ്കിൽ ബൈക്ക് ഈസ് ബെറ്റർ. നിങ്ങൾക്ക് മോർ ഓൺ സിറ്റി ട്രാഫിക് ആണ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട് ആണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് ബൈക്കിലെ പവർ ഇതിൽ കിട്ടും. നിങ്ങൾക്ക് പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വരില്ല. ദിസ് വിൽ ഗിവ് യു ഈക്വൽ പവർ ഡെലിവറി കമ്പയർഡ് ടു എനി 150 or 160cc സ്കൂട്ടർ. പക്ഷേ ബൈക്കിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, സ്കൂട്ടറിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് കുറവായതിൻ്റെ വെയിറ്റ് കുറവാകുന്നതിന് സിറ്റിയിൽ നല്ലതാണ്. പക്ഷേ ഹൈവേയിൽ അതും ഒരു ഫാക്ടറാണ്. കാരണം 90 ഞാൻ പറഞ്ഞു വിൻഡ് ബ്ലാസ്റ്റ് ഇഷ്യൂ ഡെവലപ്പ് ആവുന്നുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ സ്കൂട്ടർ, ഇറ്റ് ഡസൻറ്റ് ഹാവ്. നിങ്ങൾക്ക് പിന്നെ അഡീഷണൽ എക്സസറിയെല്ലാം വെച്ചിട്ട് വിൻഡ് വൈസറെല്ലാം വെച്ച് കഴിഞ്ഞാൽ അപ് ടു സം എക്സ്റ്റെൻറ്റ് യു ക്യാൻ കൺട്രോൾ ദ വിൻഡ് ബ്ലാസ്റ്റ്. പക്ഷേ ഇതിൻ്റെ ബോഡിയിൽ നിന്ന് ആഫ്റ്റർ 90 വെഹിക്കിൾ കുറച്ച് ഒന്ന് സ്റ്റെബിലിറ്റി കുറയുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ്. സോ ആ ഒരു ഫാക്ടറും നിങ്ങൾ മനസ്സിൽ കാണുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് സാധാരണ സ്കൂട്ടർ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു ടയറിങ് ഫീലിംഗ് വരില്ലേ ആഫ്റ്റർ 1 hour ഓഫ് കണ്ടിന്യൂസ് റൈഡിങ് ഓൺ ഹൈവേ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതില്ല കേട്ടോ. കാരണം മെയിനായിട്ട് അതിൻ്റെ ഈ പവർ ഡെലിവറി തന്നെയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് പവറാണ് ഇതിൽ നിന്ന് ലഭിക്കാം. ത്രോട്ടിൽ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണ്ട. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആ പവർ കയറും. 65 ത്രോട്ടിൽ കൊടുക്കും തന്നെ. See how fast it accelerates. ഇത് ഹൈവേയിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടയേർഡ് ഫീലിംഗ് വരില്ല ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. TVS Ntorq 150 2 വേരിയൻസിലാണ് വരുന്നത്. ഇത് അതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്, പിന്നെ ഒരു ടോപ്പ് വേരിയൻറ്റും ഉണ്ട്. ഈ ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേ ആണ്. അതായത് 2 പോർഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കളർ ഡിസ്പ്ലേ, ഇവിടെ നോർമൽ LCD ഡിസ്പ്ലേ. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് കംപ്ലീറ്റ് TFT കളർഫുൾ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റും ബേസ് വേരിയൻറ്റും തമ്മിൽ ഈ ഒരു ആകെ ഡിഫറൻസേ ഉള്ളൂ, വേറെ കാര്യം ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഓൾമോസ്റ്റ് 10,000 rupees-ആണ്. TVS Ntorq 150-യുടെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈവേ എല്ലാം സ്മൂത്താണ്. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ബിറ്റ് ഓൺ എ സ്റ്റിഫർ സൈഡ്. സ്റ്റിഫർ സൈഡ് എന്ന് പറഞ്ഞാൽ എൻടോർക്കിനെക്കാളും കുറച്ചും കൂടി ഒന്ന്
സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻടോർക്കിൻ്റെ അത്ര ഹാർഡല്ല, ഇവൻ ഫ്രണ്ട് ആൻഡ് റിയർ. പക്ഷേ ഇങ്ങനത്തെ ഹൈവേയിലെല്ലാം ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ കുറച്ചൊരു കുണ്ടും കുഴിയുള്ള റോഡിലാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ ഐ തിങ്ക് നീഡ് സം ഇംപ്രൂവ്മെൻറ്റ്. ഇത് കുറച്ച് ഹാർഡായി സെറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ദിസ് ഈസ് എ പവർ സ്കൂട്ടർ, 150cc സ്കൂട്ടർ. കാരണം അത്ര സോഫ്റ്റായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഫീൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കില്ല കോർണറിങ് ചെയ്യുന്ന സമയത്തെല്ലാം. അതുകൊണ്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കുണ്ടും കുഴി അല്ലെങ്കിൽ കുറച്ചൊരു അൺഇവൺ ആയിട്ടുള്ള റോഡിൽ പോകുമ്പോൾ ഭയങ്കര ആ ഒരു ജെർക്ക് നമുക്ക് ഫീൽ ആവും. ഇങ്ങനത്തെ റോഡെല്ലാം ഇത് സൂപ്പർ സ്മൂത്ത്. അതായത് കുറച്ചൊരു അൺഇവൺ ആയിട്ടുള്ള റോഡാണ്, ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ആ ജെർക്കിങ് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇപ്പോൾ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്മൂത്ത് റോഡാണ്. ഹിയർ ഐ വിൽ നോട്ട് ഫീൽ എനിത്തിങ്. എൻടോർക്ക് 150ൻ്റെ സീറ്റ് ഓക്കെയാണ്, അത് വൈഡറാണ്, രണ്ടാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ സീറ്റിംഗ് ആണ് ഇത് നൽകിയിട്ടുള്ളത്. പക്ഷേ സീറ്റ് എനിക്ക് ഒരു 80-85 ആകുമ്പം ടുവേർഡ്സ് ദ ബോട്ടം ഓഫ് ദ സീറ്റ് അവിടുത്തെ ചെറിയ വൈബ്രേഷൻ ഡെവലപ്പ് ആയതായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൺ ഹൈവേ. 85 ആണ് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട്, കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് കൺസിഡറിങ് ദ വിൻഡ് ബ്ലാസ്റ്റ്. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് അതിന് കൂടുതൽ പോകാൻ പറ്റും. പക്ഷേ it is not I am not confident enough to rev above 7,000-8,000 rpm. ഇതിൻ്റെ പവർ ഫിഗേഴ്സ്, ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആൻഡ് കംഫർട്ടബിലിറ്റി ഓൺ ഹൈവേ, എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷെ എനിക്കൊരു മേജർ നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ, ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഫ്യൂവൽ എക്കോണമി കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി അല്ലെങ്കിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് 22 liters ആണ്. അതും എനിക്കൊരു കുറച്ചൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇവൻ ടി വി എസിൻ്റെ ജുപ്പിറ്ററിന് വരെ ഇതിനേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ 22 liters നിങ്ങൾക്കൊരു സ്മോൾ സൈസ്ഡ് ഹെൽമെറ്റേ വെക്കാൻ പറ്റുള്ളൂ. മീഡിയം, ലാർജ്, എക്സൽ ഹെൽമെറ്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. സോ നിങ്ങളൊരു ലാർജ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ എക്സൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ദിസ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് വിൽ നോട്ട് മേക്ക് എനി സെൻസ് ടു യു. അതെന്തുകൊണ്ടാണ് ടി വി എസ് അങ്ങനെ ചെയ്തതെന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു ലാർജ് ഹെൽമെറ്റ് എങ്കിലും ഫിറ്റ് ആവേണ്ട ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുക്കാമായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ആയത് ഇതിൻ്റെ ടയർ സൈസാണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് 12 inch അലോയ് വീൽസ് ആണ്. അത് അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു 14 inch കൊടുക്കാമായിരുന്നു ഈ ബൈക്കിൻ്റെ. കാരണം ഇത് 125cc ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് കുറച്ചും കൂടി പവർ ഉണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള അതേ റിം സൈസാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അതൊരു 14 inch ആണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. സ്റ്റെബിലിറ്റി എല്ലാം ഒന്നും കൂടി കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആയാണ്. ഇത് സ്ട്രീറ്റ് മോഡിലും കയറുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ബാഡ്. സ്ട്രീറ്റ് മോഡിൽ സഡൻ ആക്സിലറേഷൻ 50ൽ നിന്ന് ഡയറക്റ്റ് 88ലേക്ക് എത്തും. സോ ഗൈസ്, ഇതിൻ്റെ നൈറ്റിൽ ലുക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം ഓഫ് ചെയ്തു. ഇതിൽ ഒരു ഫോളോ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ DRലും ഈ ലൈറ്റ്സും ഒരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് അത് ഓൺ ആയിരിക്കും. ഇതാണ് അതിൻ്റെ നൈറ്റ് ലുക്ക്. ഇപ്പം ഇഗ്നിഷൻ ഓൺ ആണ്. ഐ ഡിഡ്ന്റ് സ്റ്റാർട്ട് ദ വെഹിക്കിൾ. സോ ദിസ് ഈസ് ദ ലുക്ക് അറ്റ് നൈറ്റ്. DRൽ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എൻടോർക്കിൻ്റെ ഏകദേശം ഇവിടെയായിട്ടാണ് വരുക. ദിസ് ഈസ് ഹിയർ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ചെയ്ത ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഇറ്റ്സ് വെരി ബ്രൈറ്റ്. The light output without headlight, with headlight, it's very nice.
180 ആംഗിളിലാണ് ഇതിൻ്റെ ലൈറ്റ് സ്പ്രെഡ്. ഓക്കെ, ആൻഡ് ഈവൻ അത് ഫോക്കസ്ഡ് അല്ല, ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡ്. അതായത് ആ 180 ആംഗിളിൽ നിങ്ങൾക്കത് പ്രോപ്പർ ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എൻടോർക്ക് 150യുടെ 4 LED സെറ്റപ്പ് ഹെഡ്ലൈറ്റ് അസംബ്ലിയാണ്. സോ ലെറ്റ് സീ ദ ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട് ഇൻ പിച്ച് ഡാർക്ക് സിറ്റുവേഷൻ. സോ DRL ഈസ് ഓൺ. ഇതാണ് ലൈറ്റ് ത്രോ. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഡാർക്ക് ഏരിയ, ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. സോ ഇതാണ് ലൈറ്റ് ത്രോ. സീ ദ വിസിബിലിറ്റി. അതുവരെ ഓൾമോസ്റ്റ് 200-300 മീറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് ത്രോ ലാസ്റ്റ് വന്നത്. ഇപ്പം ഹൈ ബീം ഓഫാണ്. ഇത് ഹൈ ബീം വ്യൂ. ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റം വരെ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് TVS NTORQ 150നെ പറ്റിയിട്ടുള്ള എൻ്റെ റിവ്യൂ. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. അൺടിൽ ദെൻ റൈഡ് സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.